അല്ല, ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്തത് ഞാനാണ്. ഇതൊരു സോഷ്യലി റെലവൻറ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റിൽ മ്യൂസിക് ചെയ്യാൻ കഴിഞ്ഞാൽ ഹാപ്പി. തീർച്ചയായും ഒരു കുട്ടി ഡയറക്ടർ നമുക്കൊരു ചിമ്മുവിന് ഒരു എഫേർട്ടിന് നമുക്കൊരു അപ്ലോസ് കൊടുത്തേ പറ്റുള്ളൂ. അദ്ദേഹത്തിന് പുള്ളിക്കാരുടെ അച്ഛനുമായിട്ടൊരു 10 വർഷത്തെ ബന്ധമാണ്. അപ്പോൾ ആ ഒരു ഡെഫിനറ്റ്ലി പുള്ളിക്കാരൻ വിളിക്കുമ്പോൾ അതൊരു യെസ് തന്നെയാണ് നമുക്ക്. അതിലുപരി നമ്മുടെ നായകൻ ഒരു മ്യൂസിഷ്യൻ ആകുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. ശരി, താങ്ക് യു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂത്തും അല്ലെങ്കിൽ ഒരു ഫാമിലി എൻ്റർടൈനർ അല്ലാതെ സ്റ്റുഡൻസിനൊക്കെ വന്ന് കാണാൻ അല്ലെങ്കിൽ അവർക്ക് സ്കൂളിലൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. ഒരു സോഷ്യൽ റെലവൻറ്റ് ഞാൻ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ലഹരി വിരുദ്ധത്തിന് എതിരായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും ഓൾ ദ വെരി ബെസ്റ്റ്. ഒരുപാട് നല്ല പ്രോജക്റ്റ് എന്തായാലും കാണാൻ സാധിക്കട്ടെ. തുടക്കക്കാരിയല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നല്ലൊരു സബ്ജക്റ്റ് പുള്ളിക്കാർ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ടുണ്ട്. നല്ല ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ളൊരു മെസ്സേജ്. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങളിലേക്ക് എത്തുമോ എന്നുള്ളത് നമുക്കിനി കണ്ടറിയാം, അത്രേ ഉള്ളൂ. എനിക്കറിയാം ചിന്മയി എനിക്കറിയാം. കാരണം ഗായത്രി എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അറിയാം, ചിന്മയി അറിയാം. പക്ഷെ അത് ആ ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടായ ആ വികാരങ്ങളാണ് ഇത്രയും ഇതിൻ്റെയൊക്കെ ഇത് സ്റ്റോറി ആരെഴുതിയതാണെങ്കിലും വളരെ നന്നായിട്ടുണ്ട്. ഒരു മെസ്സേജുള്ള മൂവിയാണ്. ഒരു യങ്ങർ ജനറേഷനിൽ ഇപ്പോഴത് കാണിച്ചു തുടങ്ങിയ സൊസൈറ്റിയിലൊരു മെസ്സേജ് എത്തിക്കുന്ന മൂവിയാണ്. കുഴപ്പമില്ല, എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ. വിജയ് യേശുദാസും മീനാക്ഷി ഒരു യങ് ആർട്ടിസ്റ്റാണ് ചെയ്തതെന്ന് നമ്മൾ പറയില്ല. പിന്നെ നമുക്കിനിയും പ്രതീക്ഷിക്കാം. അവരടുത്ത് നല്ല കുറച്ച് കാസ്റ്റുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയും അവരിൽ നിന്ന് കുറേ എന്തെങ്കിലും ഫ്യൂച്ചറിൽ വരുമെന്ന് പ്രതീക്ഷിക്കും. അതെ, ഒരു ഡ്രഗ്സിനൊക്കെ എതിരെയുള്ളൊരു സോഷ്യൽ മെസ്സേജ് തരുന്ന ഒരു സിനിമയാണ്. നല്ലൊരു മെസ്സേജാണ്. എൻ്റെ ഫ്രണ്ട് അഭിനയിച്ചിട്ടുണ്ട്, നന്നായിരുന്നു. മെസ്സേജ് കൊടുക്കുന്നത് മയക്കുമരുന്നിനെ കുറിച്ചാണ്. പിന്നെ കുട്ടികളെ എങ്ങനെ വളർത്തിയെടുക്കണം, മീൻസ് കുട്ടികൾ സ്കൂളിൽ എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ച്. അതെ, നന്നായിരുന്നു. വളരെ ഭാവിയുള്ള കുട്ടിയാണ്. സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. മാലിന്യമുക്ത കേരളം എന്നും പറഞ്ഞൊരു പരിപാടി വെച്ചല്ലോ, അതൊക്കെ അതിൽ കാണിക്കുകയാണ്. പട്ടാളത്തുകാരൻ്റെ കഥയും കൂടെ. പട്ടാളത്തുകാരൻ്റെ കഥയാണ്, കുട്ടികളുടെ കഥയാണ്, സ്കൂളിൻ്റെ അകത്തെ കഥയാണ്. അല്ലേ, വിജയ് യേശുദാസ് പട്ടാളത്തുകാരനാണ്. സൂപ്പറായിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. അത് ഈ മയക്കുമരുന്ന് കടത്തുന്നവരെ തല്ലി തോപ്പിക്കുക, ആ ഒരു ക്ലൈമാക്സ് എടുത്തിട്ടുണ്ട്. അന്നേരം